നമുക്കിത് തുറന്ന് നോക്കാം വെന്തോന്ന്. വെന്തിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടിട്ട്. അതിൻ്റെ ഉണ്ണിയൊക്കെ നന്നായി കട്ടിയായിട്ടുണ്ട്, നല്ലതായിട്ട് നല്ല മണം വരുന്നുണ്ട്. നല്ലതായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് സവാള അരിഞ്ഞത്, ഉപ്പ്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യും. ഉള്ളി സവാള മൂത്ത ശേഷം നമുക്ക് പൊടികളിടാം. സവാള വഴറ്റിയതിലേക്ക് ചേർക്കാനായിട്ട് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കോൺഫ്ലവർ പൊടി ഒന്ന് കുറുകൽ കിട്ടാനായിട്ട്. ഉള്ളി മൊരിഞ്ഞ ശേഷം നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇത് നന്നായി വഴറ്റും. പൊടികളുടെ പച്ചമണം മാറിയ ശേഷം നല്ലൊരു മൂത്ത മണം വരും. നല്ലൊരു മണം വരുമ്പോൾ, അതായത് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. എല്ലാ കറികൾക്കും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടത് മിക്സ് ചെയ്യുക. വെള്ളവും പൊടികളെല്ലാം കൂടി ആയിട്ട് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. കണ്ടോ, മുട്ട ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി വേവട്ടെ. നമുക്ക് മൂടി വെച്ച് വേവിക്കാം.